ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് വീണ്ടും മാറ്റി സംസ്ഥാന സർക്കാർ. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായാണ് പുതിയ നിയമനം. നേരത്തെ അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഷഫീദ്, ഈ ഹർജിയുടെ തുടർ നടപടികൾ ബാക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ സ്ഥലം മാറ്റവും പുതിയ പദവി നൽകുന്നതും ഒക്കെ സംഭവിക്കുന്നത്. ഏത് തരത്തിൽ ഇതിന്റെ നിയമ നടപടികൾ കൂടി ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ നേരിടാൻ തയ്യാറായി തന്നെ ആയിരിക്കും ഇപ്പോൾ പുതിയ പദവി ബി അശോകിന് നൽകിയിരിക്കുന്നത്, അല്ലേ? വിജയകുമാരത്തിനെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമനം, അതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നിയമനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വീണ്ടും കടക്കുമ്പോൾ അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്നാണ് വീണ്ടും സർക്കാർ തെറിപ്പിച്ചത്. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അശോകിനെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥലം മാറ്റി. സെപ്റ്റംബർ 17 മുതൽ സ്ഥലം മാറ്റം പ്രാബല്യത്തിലാകുമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി അത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെ അദ്ദേഹം അവധി അവസാനിപ്പിച്ച് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു. ദിവസങ്ങൾക്കുള്ളിലാണ് അശോകിനെ വീണ്ടും സ്ഥലം മാറ്റിയിരിക്കുന്നത്. അശോകിന് പകരം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയോഗിച്ച ടിങ്കു ബിസ്വാളിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. ഈ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന് ലോകബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിവാദം നിലനിൽക്കെ അശോകിനെ പദവിയിൽ നിന്ന് മാറ്റിയതെന്ന് വിവാദമായിരുന്നു. ഈ വിവരം ചോർന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ അശോകിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ കൃഷി വകുപ്പിലെ രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ശേഖരിച്ചത് എങ്ങനെയെന്ന് അശോക് റിപ്പോർട്ടിൽ ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അശോകിന് സ്ഥാനചലനം ഉണ്ടായത്. കഴിഞ്ഞ ജനുവരിയിൽ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ തദ്ദേശ വകുപ്പ് പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് അശോകിനെ മാറ്റിയതും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദ് ചെയ്തിരുന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്ക് അശോകിനെ വീണ്ടും മാറ്റിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.